ഹായ് ഗായ്സ്, ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോഴത്തേക്കും പോലെ തന്നെ സൈറ്റത്തെ സംഭവങ്ങൾ. ഇന്ന് നമ്മുടെ സൈറ്റിൽ കോൺക്രീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു കോൺക്രീറ്റ് കാണിക്കാൻ. ഇപ്പോൾ എനിക്ക് കോൺക്രീറ്റും സ്റ്റീലും ഇങ്ങനത്തെ കാണിക്കാനുള്ളൂ. ഒന്നുമില്ല, പ്രത്യേകിച്ച് വേറെ കോണ്ടൻ്റൊന്നും എനിക്ക് കിട്ടുന്നില്ല. സോ ഇന്ന് നമ്മൾ കുണ്ടൻകുഴി കേൾക്കാന്ന് പോകുന്നത്. ഞാൻ മുടിയിലിങ്ങനെ ഇളകി പിന്നെ മടക്കിയിട്ട് കെട്ടിയിട്ട് വെച്ച് കോൺക്രീറ്റ് ആവുന്ന സമയത്ത് അങ്ങനെ സിമെൻറ്റെല്ലാം തലക്കാവും. അതുകൊണ്ട് ഇത്ര പോലെ മടക്കി വെച്ചാൽ മടക്കിയെന്നല്ലേ ആവുമല്ലോ, താഴത്തോട്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ശരിക്കൊരു കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്ന ആളെ ലുക്കിലാണുള്ളത്. സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്ന പണിക്കാരുടെ ലുക്കിലാണ് ഞാനുള്ളത്. ഞാൻ വിചാരിച്ചു ആരെ കാണിക്കാൻ ഇങ്ങനെ ലുക്കെല്ലായിട്ട് പോയിട്ട്. അപ്പോൾ ഞാനവിടെ എത്തിയാൽ ഞാനും അവരിൽ ഒരാളായി മാറുമല്ലോ. അത് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ കുട്ടിയേട്ടൻ്റെ ഒന്നിച്ചാണ് നിന്ന് പോകുന്നത്. കുട്ടിയേട്ടനോട് ഞാൻ 8 മണിക്കാണ് വരാൻ വേണ്ടി പറഞ്ഞേ. കോൺക്രീറ്റ് ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തണ്ടേ. അവിടെ കോൺക്രീറ്റിൻ്റെ പണിക്കാർ ഇന്നലെ എത്തി. അപ്പോൾ രാവിലെ തുടങ്ങും എന്തായാലും. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് തുടങ്ങും. എന്തിപ്പോൾ രാവിലെ ഞാൻ ചായലും കുടിച്ചു. എനിക്ക് ഓട്ടുപ്പളയാണ് ഉണ്ടായത്. ഓട്ടുപ്പളയും സാമ്പാറും നല്ലോണം തിന്നിനി ഞാനിന്ന്. എനിക്ക് സാമ്പാർ നല്ലോണം ഇഷ്ടമായി. അതുകൊണ്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ബാഗിനൊന്നും വെയിറ്റില്ല. പിന്നെ ഒരു കാര്യം, എൻ്റെ കയ്യിൽ കുടയില്ല. ഇന്ന് മഴ പെയ്താൽ എന്താവും എനിക്കറിയില്ല. കുടയില്ല, കോട്ടുണ്ട്. അതിന് കോട്ട് എടുത്തിട്ടാ ഇങ്ങനെ പോകുന്നതാണ്. മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മഴ പെയ്യാതിരിക്കട്ടെ. പക്ഷികളെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നുണ്ട്. അയ്യോ, ഈ തലയിൽ എന്തോ കണക്കിണ്ടെന്ന പിന്നെ എപ്പോഴത്തേൻ്റെ ലുക്കുണ്ട്. എപ്പോഴും പിന്നെ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ് നടക്കുകയാണ്. നടക്കാനെല്ലാം ഇങ്ങനെ മടിയാവുന്നു. എനിക്കിപ്പോൾ ആയിട്ട് വന്നൊരു പ്രശ്നമാണ് മടി. ഇപ്പോൾ അല്ല, പണ്ടേ എനിക്ക് മടിയുണ്ട്. പക്ഷേ ഇപ്പോൾ ആയിട്ട് ഭയങ്കര മടിയാണ്. മടി എന്നെല്ലാം വന്നാൽ ഒന്നും ചെയ്യാൻ തോന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ തോന്നില്ല. ഇങ്ങനെയായി ഇതിനധികം പറയുന്നത് ഫോൺ വരെ അധികം നോക്കാൻ മടി. വെറുതെ ഇങ്ങനെ കിടക്കണം, ഉറങ്ങണം, അത് ചിന്ത. എന്താവും എന്തോ. മടിയെല്ലാം മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. മടി മാറ്റാൻ എന്തെങ്കിലും ടിപ്സെല്ലാം ഉണ്ടോ എന്നെല്ലാം നോക്കണം എനിക്ക്. അത്രയ്ക്ക് മടിയെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും മടി ഇതുവരെ ഉണ്ടായിട്ടാ. മടി ഉണ്ടാവലുണ്ട്, പണിയെടുക്കാൻ അങ്ങനത്തെ എല്ലാം മടി ഉണ്ടാവലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മടി എനിക്ക് തന്നെ തോന്നി ഞാനെന്തപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ മടി. ഇല ഫുള്ള് ഉരുന്തുന്നു ഞാനൊന്ന് ബിഗാനല്ലായിട്ടേ. അതുകൊണ്ട് ഇലക്കൂടെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ആക്കിയിട്ടുണ്ട് നമ്മളെ രാഘവേട്ടൻ. ഇങ്ങനെ ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതിനൊരു ദിവസം പോയില്ലേ. പിന്നെ പോയിട്ട് ഇപ്പം മഴ കുറഞ്ഞതുകൊണ്ട് അവിടെ സ്ലിപ്പാവുന്നത് നിന്നു. അധികം സ്ലിപ്പൊന്നുമില്ല ഇപ്പം. എന്നാലും കുന്നില്ലേ, ഇതാകുമ്പോൾ കുന്ന് സ്കിപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കുട്ടിയായിട്ട് വരുന്നുണ്ട്. വണ്ടിയുടെ സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കയറണം നമുക്ക്. കിതക്കുന്നുണ്ട ഞാൻ. ഭയങ്കര കിതപ്പ്, ഭയങ്കര മടി, കാലുവേദന, മുട്ടുവേദന തുടങ്ങി ഒരു 60 വയസ്സിൽ ഉണ്ടാവേണ്ട എല്ലാം എനിക്ക് ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ 60 വയസ്സാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, ഞാൻ കൂട്ടായിട്ടിനെ കത്തിക്കുകയാണ്. കൂട്ടായിട്ട് വന്നിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു പോസ്റ്റ് ഉണ്ടാവും. ആ പോസ്റ്റുമ്മയാണ് സാധാരണ ഇരിക്കൽ. ഇപ്പോൾ ആ പോസ്റ്റിൽ വെള്ളം ആയതുകൊണ്ട് ഞാനിതാ ഈ കൊടിമരത്തിൻ്റെ അടിയിലിരുന്നു. എൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഐ ആം വെയിറ്റിംഗ് ഫോർ കുട്ടേട്ടൻ. ഗൈസ്, ഞാൻ സൈറ്റിലേക്ക് എത്തി. ഞാനിപ്പോൾ സ്ലാബിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ പണിക്കാരെല്ലാം ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് ചായ കുടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 2 ലിഫ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നും കൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. കുറച്ചൊരു ഇതുണ്ടാവും, ഭയങ്കര റഷായിരിക്കും, എന്നാലും പെട്ടെന്ന് തീരും. സോ അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് എല്ലാം കാണാം. ദാറ്റ്സ് ഇറ്റ്. നനേട്ടൻ വരണൊക്കെ നനേട്ടനും കൂടി ഉണ്ടാവുന്നു. 2 ലിഫ്റ്റിലാവുമ്പോൾ എന്തായാലും സ്ലാബും കൂടെ അല്ലേ. നനേട്ടൻ എന്തായാലും ഫുൾ ടൈം നിൽക്കും. അയ്യോ, അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ കാണാം. ഇതാണ് നമ്മളെ നനേട്ടൻ. അപ്പോൾ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തു. മെറ്റീരിയൽസ് എല്ലാം കൊണ്ടിട്ടിട്ട് നല്ല ഭംഗിയിൽ മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മുകളിൽ നിർത്തിയാണ് വീഡിയോ. അപ്പോൾ എല്ലാം നല്ല ഭംഗിയിൽ മിക്സ് ചെയ്തിട്ട്
നമ്മുടെ മുകളിലേക്ക് എടുക്കും. ചെറിയൊരു ചാറ്റൽ മഴ. പിന്നെ ഇത് നമ്മൾ ലെവൽ ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും, കോൺക്രീറ്റ് ഇട്ടിട്ട് ലെവൽ ചെയ്യുന്നു. പിന്നെ ഇത് എന്ന് പറയുന്നത് നമുക്ക് ക്യൂബ് എടുക്കണം. കോൺക്രീറ്റിൻ്റെ ഇപ്പോൾ മിക്സിന്ന് റാൻഡമായിട്ട് എടുത്തിട്ട് എത്ര ക്യൂബിന് ഇത്ര ക്യൂബ് വേണമെന്നുണ്ട്. അത് നമുക്ക് ക്യൂബ് എടുക്കുന്ന പ്രോസസ്സാകുമ്പോൾ കോൺക്രീറ്റ് ഇട്ടിട്ട് നല്ലോണം പിന്നെ ഡാമ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇത് ഞാൻ സൈറ്റിൽ നിന്ന് ഇറങ്ങി, ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ എൻ്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിന്ന് 6:05 കുണ്ടംകുഴിയിൽ നിന്നില്ലേ ദിവ്യരാജിനാന്ന് വന്നത്. ആ ദിവ്യരാജ് നമ്മൾ ഉദയപുരം വരെ ഇല്ലു. ഉദയത്തിന് ശേഷം നമുക്ക് എരുമ്പുകുളം എത്തണ്ടേ. അപ്പോൾ അവിടെ വണ്ടിയൊന്നും ഉണ്ടായിട്ടാ. അപ്പോൾ അമ്മയോട് വിളിച്ചു ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞ് നടക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നടക്കാം, ബൈക്കിൽ നിന്ന് ആരെങ്കിലും വണ്ടി കിട്ടിയാൽ കയറാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ നടക്കുന്നതാണ്. നടക്കാൻ നല്ല രസമുണ്ട്. എന്താ വെച്ചാൽ സമയം 6:30 കഴിഞ്ഞു. എത്രയായി? 6:40, 6:41. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ്, ശാന്തം, സമാധാനം. ഞാൻ അതിയുള്ള നല്ല വഴിയല്ലോ അല്ലേ. സോ ഞാൻ നടക്കുകയാണ്. നടന്നിടക്ക് വണ്ടി കിട്ടിയാൽ ഞാൻ വണ്ടി കയറും, ഇല്ലെങ്കിൽ ആടം വരെ നടക്കും. ബാഗിന് വെയിറ്റൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നല്ല രസമുണ്ട് നടക്കാൻ. അപ്പോൾ നമുക്ക് മെല്ലെ നടന്ന് വീട്ടിലെത്തിയിട്ട് കാണാം. ഞാൻ ഒരേ നടക്കുന്ന ഫുള്ള് കാണിച്ചാൽ എനിക്കിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇഷ്ടം. പക്ഷേ വീഡിയോ ഭയങ്കര ലാഗാവൂലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ബൈ. അപ്പോൾ ഗായ്സ്, ഞാൻ വീട്ടിലെത്തി എന്ന് പറയുമ്പോൾ ഒരു 7:10 ഞാൻ വീട്ടിലെത്തി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചുകൊണ്ടായി, അതുകൊണ്ട് വേഗം എത്തി. മീൻസ് നമുക്കിങ്ങനെ ഒരാൾ വേണ്ടിക്കൊണ്ട് വരുമ്പോൾ എത്തുന്നത് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ വേഗം എത്തി. വേഗമല്ല, കുറച്ച് അവറേജ് സ്പീഡിൽ നടന്നിട്ട് 7:10 വീട്ടിലെത്തി. കുളിച്ചു. ചായ കുടിക്കാനുണ്ട് അത്രേ. കുളിച്ചിട്ട് തന്നെ ചായ കുടിക്കാൻ വിചാരിച്ചില്ലേ, പിന്നെ ഇരുന്നാൽ പിന്നെ കുളി അവിടെ പെൻഡിങ് ആവും. അപ്പോൾ ഞാൻ കുളിച്ചു. ഇനിയിപ്പോൾ നല്ല ക്ഷീണമുണ്ട്, നല്ല തലവേദനയെല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചായയെല്ലാം കുടിച്ചാൽ ശരിയാവുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ഗായ്സ്.